സാധനങ്ങളിലും മായ മായ പറയുന്നില്ലേ? മായ 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 എന്ന് പറഞ്ഞ ഒരു മായ. മായ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കുള്ള അർത്ഥം? ഇല്യൂഷൻ. ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെപ്പോഴുണ്ടാവുക നമുക്ക്? ഓക്കെ, അത് സാധാരണ നമ്മൾ പറയുന്ന വാക്ക്. പക്ഷെ ഭാരതീയ ദർശനത്തില്, ഭാരതീയ ചിന്തയില് മായ എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. അതിന് വേറെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ ലോക്കലി കേൾക്കുന്ന മായയും ഭാരതീയമായ വേദാന്ത ഫിലോസഫിക്കൽ സ്റ്റഡീസിലുള്ള മായയും കുറച്ച് വ്യത്യാസമുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ തോന്നലാണ് നമ്മൾ സാധാരണ മായ എന്ന് പറയാം. പക്ഷെ വേദാന്തത്തില് ഇല്ല എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ഒരു വ്യക്തിത്വം, അസ്തിത്വം ഇല്ല എന്നർത്ഥം. ഭ്രമം എന്നാണ് അർത്ഥം. ജഗത്ത് മായ എന്ന വാക്ക് ശങ്കരൻ അങ്ങനെയാണ് ഉപയോഗിച്ചത്. അത് സ്ഥിരമല്ല, കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മുടെ മുമ്പിലുള്ളതാണ്. ലോകത്തിൽ എല്ലാം സ്ഥിരമായി നിൽക്കുന്നതും അസ്ഥിരമായതും രണ്ടായിട്ട് തരംതിരിച്ചിട്ടാണ് മായ എന്നുള്ള വാക്ക് ഭാരതീയ സിദ്ധാന്തത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ദർശനങ്ങളിലും ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകളിലും ബ്രഹ്മ സത്യം, ജഗത് മിഥ്യ എന്ന് പറയുന്ന മിഥ്യ, മായ, ജഗത്ത് മായയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്തൊരു സാധനമാണ്, കാണാൻ പറ്റാത്തൊരു സാധനമാണ്. കണ്ട തന്നെ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിന് ഒരു പാത്രം കാണുമ്പോൾ, മണ്ണിന്റെ പാത്രം കാണുമ്പോൾ അത് പാത്രമായിട്ടാണ് കാണുന്നത്, അതിന്റെ കണ്ടന്റ് കാണാറില്ല. വിളക്ക് കാണുമ്പോൾ വിളക്കായിട്ടാണ് കാണുക, അതിന്റെ മൂലകങ്ങൾ കാണാറില്ല, അതിന്റെ അസ്തിത്വം നമുക്കറിയില്ല എന്നർത്ഥം. പുറമേ ഉള്ള പൂച്ച് മാത്രമേ കാണുള്ളൂ, ഉള്ളറകളിലേക്ക് എത്താൻ സാധിക്കാറില്ല. അപ്പൊ എനിക്ക് ഒരാളെ അറിയാം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം അയാളെ കുറിച്ച്? അതൊരു മായയാണ്. അറിയാം എന്നുള്ള ഒരു മായയാണ്. അത് പൂർണ്ണമായിട്ടും അറിവില്ലായ്മയെ നമ്മൾ മായയായിട്ടാണ് പറയാ. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന്റെ സത്യം എന്താണെന്ന് അറിയില്ല. സത്യം എന്ന് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് സത്യമല്ല. അതുകൊണ്ട് മായ വേദാന്തത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭ്രമം എന്നുള്ള വാക്കിലാണ് പറയാ. ഭ്രമിക്കുക, അതാണെന്ന് തെറ്റിദ്ധരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ മായ ഉപയോഗിക്കുക. അതുകൊണ്ട് ജഗത്തില് നമ്മൾക്ക് ചുറ്റും കാണുന്നതൊക്കെ മായയാണ് എന്നാണ് പറയാ. അതാണ് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തില് മായയെ കുറിച്ച് പറയാൻ പറ്റും. മിത്ത് മായയാണ്, സങ്കല്പങ്ങൾ മായയാണ്. കാരണം ഞാൻ കാണുന്ന സങ്കല്പമല്ല അങ്ങ് കാണുക. ഓരോരാളുടെയും ചിന്തയിലെ സങ്കല്പങ്ങൾ മാറും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതാണ് സത്യം എന്ന് വിചാരിക്കും, വേറൊരാളെ സംബന്ധിച്ച് വേറൊരു തരത്തിലാണ് സത്യം. ഇപ്പൊ ഛായ, നമ്മള് ഈ മിററിൽ കാണുന്ന എന്റെ പ്രതിബിംബം, അത് മായയാണ്. ഉണ്ടോ നോക്കാൻ പോയാലേ കാണുള്ളൂ, അവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണില്ലല്ലോ. അപ്പൊ ഉണ്ടെന്നുള്ളൊരു ധാരണയില് ആ മിററിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് വേറൊരാൾ പോയി നോക്കുമ്പോ എന്നെ അല്ല കാണാം, അയാളെ കാണാം. അപ്പൊ അതൊരു കളിയാണ്, അത് ഭ്രമമാണ്, ഭ്രമിപ്പിക്കുന്നതാണ് എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് ഭാരതീയ തത്വശാസ്ത്രത്തില്, ഭാരതീയ സിദ്ധാന്തത്തില്, ഭാരതീയ ഫിലോസഫിയിലൊക്കെ മായ എന്ന ആ സങ്കല്പത്തിലാണ് ഉപയോഗിക്കാറ്. പിന്നെ രാമായണത്തില് ഒരു ഇത് കേട്ടിട്ടുണ്ട്, മായാ സീതയാണ് അവിടെ ഉള്ളത്. മായാ സീത അവിടെ വെച്ചിട്ട് ഒറിജിനൽ സീത രാമൻ വേറെ, അതുകൊണ്ട് മായാ സീതയാണ് അവിടെ രാമൻ വെച്ചിരിക്കണം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിട്ട് എന്തെങ്കിലും പറയാൻ?
ഈ രാമായണത്തിൽ പറയുന്ന കഥ പോലും പറയുമ്പോ അത് രാവണൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ള കഥയാണ്. രാമൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ള കഥയാണോ? അല്ല ഹനുമാൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ള കഥയാണോ? വാൽമീകി എഴുതിയുണ്ടാക്കിയിട്ടുള്ള കഥയാണോ? അല്ല ഇതിനപ്പുറം വേറെ ആരോ എഴുതിയതാണോ? വ്യത്യസ്തമായ തരത്തില് നമ്മൾ പല സ്ഥലത്തും പല കഥകളിലും കാണാറുണ്ട്. സീത രാവണന്റെ മകളായിട്ടുള്ള രാമായണം അടക്കമുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഈ എല്ലാം അറിയുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സീതയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു രാമന് നേരത്തെ അറിയോ എന്ന് ചോദിച്ചാൽ അറിയുമെന്ന് പറയേണ്ടി വരും. സീത അഗ്നിയിൽ പ്രവേശിക്കുന്നു എന്ന് രാമൻ അറിയുമെങ്കിൽ അതില്ലാത്ത കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പോരെ. അപ്പൊ നമ്മൾ കാണുന്ന കഥയില് കവി എഴുതിയിട്ടുള്ള കഥ പൂർണ്ണമായിട്ടും നമ്മളെ സംബന്ധിച്ച് അതാണ് ഭ്രമം, ഒരു മായയാണ്, ഒരു സങ്കല്പമാണ്. അങ്ങനെ അത്തരം കഥകളെയൊക്കെ നമ്മൾ ഇതിഹാസ പുരാണങ്ങൾ എന്നാ പറയാം. ഇതിഹാസങ്ങളൊക്കെ കവികളുടെ സങ്കല്പത്തിൽ വന്നിട്ടുള്ളതാണ്. ഭാരതീയ ഭഗവാൻ എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത്, ദേവി എന്ന് പറയുന്നത് സങ്കല്പമാണ്. എല്ലാ സങ്കല്പവും മായയാണ്. നമ്മൾ കാണുന്ന രൂപത്തിലാണോ ദേവി ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. അത് എങ്ങനെയാണ് അങ്ങനെ ആയത്? ആരോ ഒരാള് ഒരു ചിത്രകാരൻ വരച്ചു. ചിത്രകാരൻ എങ്ങനെയാ അത് വരച്ചത്? ഏതോ ഒരു കവി എഴുതിയിട്ടുള്ള വിവരണങ്ങൾ കേട്ടിട്ട് അയാളുടെ സങ്കല്പത്തിൽ കാണുന്നതൊക്കെ അങ്ങനെ എഴുതി വെച്ചു. എല്ലാ ദേവീദേവന്മാരും വെളുത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ വെളുത്തിട്ടല്ല. എന്തുകൊണ്ടേ കുറച്ചു പേര് കറുത്തതും എല്ലാ ദേവിമാരും വെളുത്തതും ആക്കിയത്? എന്തുകൊണ്ട് സീത വെളുത്തിട്ടും രാമൻ കറുത്തതും ആയത്? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നുണ്ടാവും? അത് പറയാൻ പറ്റില്ല. അത് ആ കവിക്ക് തോന്നിയുള്ള സങ്കല്പത്തില് വിവരിച്ചു. അതൊരു ചിത്രകാരൻ അത് ചിത്രത്തിലേക്ക് പകർത്തി. അത്രേ ഉള്ളൂ വ്യത്യാസം. അതാണോ സത്യം എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ കഥയിലും അത്തരം കുറേ സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇതിഹാസ പുരാണങ്ങളിൽ പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പുരാണമായ രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് തന്നെ മനുഷ്യന്മാർക്ക് സാധാരണ വേദങ്ങൾ വായിച്ചാൽ ആവശ്യത്തിനുള്ള വിവരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് നല്ല ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ധർമ്മപുരുഷനെ ഉണ്ടാക്കി അദ്ദേഹത്തിലൂടെ കഥകൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ രാമൻ സങ്കല്പമാണ്, സീത സങ്കല്പമാണ്, ഇവരൊക്കെ സങ്കല്പങ്ങളാണ്. അതിലും പലതരത്തിലുള്ള വാക്കുകളുണ്ട്. ഇപ്പം വാൽമീകി ആയാലും വ്യാസനായാലും എഴുതപ്പെട്ടിട്ടുള്ളതൊന്നും ബ്രാഹ്മണനോ ഉന്നത കുലജാതന്മാരോ അല്ല. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും അത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. പണ്ഡിതന്മാരൊക്കെ ആ രൂപത്തിൽപ്പെട്ടിട്ടുള്ളവരും SC ST കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ എന്നുള്ളതിനെ ഒരു ബ്രാഹ്മണന്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളായിട്ടല്ല സങ്കല്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്, OBC ആണ്. എന്തിനാ ഇങ്ങനൊരു കഥ എഴുതിയത്? അതും ഒരു സങ്കല്പം. ഈ ജാതിഭേദമൊന്നും ഉണ്ടായിരുന്നില്ല, വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട് അവർക്ക് എഴുതാൻ. അത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടു. അതിനൊരു സങ്കല്പങ്ങൾ ഉണ്ടാക്കി, ഒരു കഥ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം.